ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ 12ാം ക്ലാസ്സിലെ വിശ്വാസ പരിശീലന പാഠാവലിയിലെ 5ാമത്തെ അധ്യായമാണ് നാം ഇന്ന് കൂടുതലായി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ അധ്യായത്തിന്റെ പേര് ലൈംഗികത, വിവാഹം, കുടുംബം എന്നാണ്. ഈ പാഠം തുടങ്ങുന്നതിന് മുൻപ് തന്നെ പഴയ നിയമത്തിലെ തോബിത്തിന്റെ പുസ്തകത്തിലെ 8ാം അധ്യായം 7ാം വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. തോബിയാസ് കർത്താവിനോട് അപേക്ഷിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. തന്റെ ഭാര്യയായി സാറായെ സ്വീകരിക്കുമ്പോൾ തങ്ങളുടെ ദാമ്പത്യം ഏറ്റവും വിശ്വസ്തവും സ്നേഹപൂർവവുമായി തുടരാൻ തോബിയാസ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു രംഗമാണത്. കർത്താവെ, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് ജഡികമായ അഭിലാഷത്താലല്ല, നിഷ്കളങ്കമായ പ്രേമത്താലാണ്. അങ്ങയുടെ കാരുണ്യം എനിക്കുണ്ടാകണമേ. വാർദ്ധക്യത്തിൽ ഇവളോടൊത്ത് എത്തുന്നതിന് അവിടുന്ന് എന്നെ അനുഗ്രഹിച്ചാലും. വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നോക്കുമ്പോൾ നാം കണ്ടുമുട്ടുന്ന മനോഹരമായ ഒരു പ്രാർത്ഥനയാണിത്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയെ സ്വീകരിക്കുന്ന ആദ്യ ദിവസം ദൈവത്തോട് നടത്തുന്ന ഒരപേക്ഷ. തോബിയാസിനെക്കുറിച്ചും തോബിയാസിന്റെ ജീവിതത്തെക്കുറിച്ചും വിവാഹങ്ങളെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾ തോബിത്തിന്റെ പുസ്തകം വായിച്ചു നോക്കുക. നമുക്ക് ഒരു പക്ഷിയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? പക്ഷി എന്ന് പറയുന്നത് ആകാശത്തിന്റെ ഉയർന്ന വിതാനങ്ങളിൽ പറക്കാനും അതിവേഗം വായുവിലൂടെ തെന്നി നീങ്ങാനും പ്രത്യേകം കഴിവ് സിദ്ധിച്ച ജീവിവർഗമാണ്. അതേസമയം ഒരു പക്ഷിക്ക് ചിറക് നഷ്ടമായാൽ എന്ത് സംഭവിക്കുമെന്ന് ഒന്ന് ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? അതിന് പിന്നെ പറക്കാനാവില്ല, ഭക്ഷണം തേടാനാവില്ല, ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനാവില്ല, ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കാനോ കൂടൊരുക്കാനോ കഴിയാതെ ചലനത്തിനായി സ്വന്തം കാലുകളെ മാത്രം ആശ്രയിക്കേണ്ടി വരുന്നു. ഇത്തരത്തിൽ സ്വഭാവത്തിലും ജീവിതക്രമത്തിലും ചുറ്റുപാടുകളിലും ആകെ മാറ്റങ്ങൾ സംഭവിക്കുന്നു, ഒറ്റപ്പെടുന്നു. ആ പക്ഷിക്ക് മുന്നിലുള്ള അനന്ത സാധ്യതകൾ അവസാനിക്കും. നമ്മുടെ വിഷയവുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ ഒരു ഉദാഹരണം പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മുടെ കൗമാരപ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഷയമാണ് ലൈംഗികത, കുടുംബം എന്നിവ. ഈ പ്രായത്തിൽ ഈ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഭൂരിഭാഗം പേരും കുടുങ്ങിപ്പോകുന്ന ഒരു മനോഹരമായ മേഘത്തണലാണ് പ്രണയം എന്നുള്ളത്. പ്രണയത്തിന്റെ ഈ മേഘത്തണലിൽ ഒതുങ്ങിക്കൂടുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പറക്കാൻ സാധിക്കാതെ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിന്റെ അനന്ത സാധ്യതകളും ജീവിതക്രമങ്ങളും സ്വഭാവ രീതികളും എല്ലാം തെറ്റി ഒറ്റപ്പെടുകയാണ് ഉണ്ടാവുക. ഈ പ്രണയ മേഘത്തണലിൽ ഒതുങ്ങിക്കൂടാതെ അതിനു മുകളിലേക്ക് ഉയർന്നു പറക്കാനായി നമുക്ക് ധാർമ്മികതയുടെ, മൊറാലിറ്റിയുടെ ചിറകുകളും സ്നേഹത്തിന്റെ കരുത്തും ഉണ്ടായിരിക്കണം. കൗമാരത്തിലും ഒരു പുതിയ യൗവനത്തിലേക്കുമായിരിക്കുന്ന നമ്മൾ സൗഹൃദം, പ്രണയം, സ്നേഹം എന്നിവയെ വേർതിരിച്ചറിയാൻ കഴിവുള്ളവരാവണം. നമ്മുടെ ചിറകുകൾ നഷ്ടമാകാതെ ചക്രവാളത്തിൽ ഉയർന്നു പറക്കാൻ എപ്പോഴും നമുക്ക് സാധിക്കണം. ഈ യൗവന കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മനസ്സിലേക്ക് കൂടുതലായി ഉയർന്നു വരുന്ന ഒരു ചിന്തയാണ് ലൈംഗികതയെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമെല്ലാം. അതുകൊണ്ട് ഈ വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ഇതിനെക്കുറിച്ചുള്ള പറ്റാവുന്ന വിവരങ്ങൾ ശേഖരിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. അത് ഒരുപക്ഷെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച്, ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ചായിരിക്കും കൂടുതൽ നടക്കുക. നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിൽ നിന്നായിരിക്കും നടക്കുക. അങ്ങനെ പലവിധ രീതിയിൽ ഇതിനെക്കുറിച്ചുള്ള വിവര ശേഖരണ സാധ്യതകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തും. എന്നാൽ സാങ്കേതിക വിദ്യകളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾക്ക് ധാർമ്മികതയ്ക്ക് പ്രാധാന്യമുണ്ടാകണമെന്നില്ല. നിങ്ങൾ കൂടുതലായും യുക്തിക്ക് മുൻതൂക്കം നൽകുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസം, ധാർമ്മികത, വിശുദ്ധി എന്നിവയെക്കുറിച്ചെല്ലാം ചോദ്യം ഉയർന്നു വരാം. പക്ഷെ ഇതിനെല്ലാം കാര്യകാരണ സഹിതം ഉത്തരങ്ങൾ നൽകാനും മനസ്സിലാക്കാനും സാധിച്ചാൽ അത് വളരെ ഭംഗിയായി ഉൾക്കൊള്ളുവാനും സാധിക്കും. ഈ അധ്യായത്തിലൂടെ കുടുംബത്തിന്റെ പ്രാധാന്യവും പവിത്രതയും മനസ്സിലാക്കാനാണ് വിവാഹം, ലൈംഗികത എന്നിവയെ നാം വിശകലനം ചെയ്യുന്നത്. പലപ്പോഴും പൊതുസമൂഹത്തിലും കുടുംബത്തിലും ഒരുപക്ഷെ സംസാരിക്കാനും ചർച്ച ചെയ്യാനും മടിയുള്ള ഒരു വിഷയമായി ലൈംഗികത മാറിക്കൊണ്ടിരിക്കുമ്പോൾ, ആരോഗ്യകരമായ ലൈംഗിക ജ്ഞാനവും ലൈംഗിക ധാർമ്മികതയെക്കുറിച്ചുള്ള അറിവും നമ്മുടെ ജീവിതം കരുപ്പിടിപ്പിക്കുവാനും
ജീവിതത്തെ വിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ വർഷത്തെ വിശ്വാസ പരിശീലന പാഠാവലിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു പാഠമായി തന്നെ ഇതിനെ മനസ്സിലാക്കണം. ലൈംഗികത, വിവാഹം, കുടുംബം എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്ന 3 പദങ്ങളുണ്ട്. സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്; പ്രണയം, റൊമാൻസ്; സ്നേഹം, ലവ്. ഈ 3 പദങ്ങളും യഥാർത്ഥത്തിൽ വ്യത്യസ്തമാണോ? ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം? വ്യത്യാസമുണ്ടെങ്കിൽ തന്നെ പരസ്പരം ഇവ കണക്റ്റഡ് ആയിരിക്കുന്നത് എങ്ങനെയാണ്? ഇത് മനസ്സിലാക്കുന്നതാണ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആരംഭിക്കുമ്പോൾ ഏറ്റവും ആദ്യമായി നമുക്ക് വേണ്ടത്. അത് തന്നെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. സൗഹൃദം, പ്രണയം, സ്നേഹം. ഇംഗ്ലീഷിൽ ഫ്രണ്ട്ഷിപ്പ്, റൊമാൻസ്, ലവ്. ഇവ 3ഉം വ്യത്യസ്തമായിരിക്കുന്നത് എങ്ങനെ? അതുപോലെ തന്നെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതും എങ്ങനെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യത്തേതാണ് നമ്മൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദം, സൗഹൃദം, ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പ്, ലവ്. ഫീലിയ എന്ന ഗ്രീക്ക് പദമാണ് ഈ ഒരു ബന്ധത്തിനെ മനസ്സിലാക്കാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ അത് കൂടുതൽ അഫെക്ഷനേറ്റ് ആണ്, ലോയൽ ആണ് എന്നുള്ളതാണ്. ഇത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു ബന്ധമാണ്. അതിന്റെ അടിസ്ഥാനം അവർ തമ്മിലുള്ള പരസ്പര ബഹുമാനം, വിശ്വാസം, ഐക്യം എന്നിവയാണ്. പരസ്പരം ആദരിക്കാനും അംഗീകരിക്കാനും പരിഗണിക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു മനോഭാവമാണത്. അവർ തമ്മിൽ മത്സരിച്ച് ജയിക്കാനോ പിടിച്ചെടുക്കാനോ പരാജയപ്പെടുത്താനോ ഒന്നും ശ്രമിക്കാറില്ല. പരസ്പരമുള്ള നന്മയ്ക്കായി ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ശാസനകളും തിരുത്തലുകളും ഒക്കെ കൊടുക്കാൻ സാധിക്കുന്ന വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു മനോനില. ശുദ്ധത എന്ന പുണ്യം, പരസ്പരം നന്മ, ഇവയിൽ നിലകൊള്ളുന്ന ഒരു ബന്ധമാണിത്. എല്ലാ സൗഹൃദങ്ങളും വളർച്ചയ്ക്കുള്ളതാവണം, കൺസ്ട്രക്റ്റീവ് ആയിരിക്കണം. ഡീകൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ തകർച്ചയിലേക്കുള്ള സൗഹൃദങ്ങൾ ഒരിക്കലും അഭികാമ്യമല്ല. വളരെ ഊഷ്മളമായിട്ടുള്ളതാണ് ഈ സൗഹൃദം അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഈ ബന്ധത്തിന്റെ ഒരു ശൈലി. ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത് 2 വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ആണ്. ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ, 2 പെൺകുട്ടികളോ 2 ആൺകുട്ടികളോ, 2 വ്യക്തികളോ തമ്മിലുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഈ ഒരു വിഭാഗത്തിൽ പെടുന്നതാണ്. അവർ തമ്മിൽ വലിയ പരസ്പര വിശ്വാസവും ഐക്യവും ഉണ്ടായിരിക്കും. ബൈബിളിൽ പറയുകയാണെങ്കിൽ സാമുവേലിന്റെ പുസ്തകത്തിൽ ദാവീദും ജോനാഥനും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഈ ഒരു ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ദാവീദും ജോനാഥനും പ്രാണന് തുല്യം സ്നേഹിച്ച കാര്യം സാമുവേലിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഏറ്റവും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു അവർ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫ്രണ്ട്ഷിപ്പ്, ലവ് അല്ലെങ്കിൽ സൗഹൃദം എന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പരസ്പരമുള്ള ബഹുമാനം, ലോയൽറ്റി, അഫെക്ഷൻ എന്നിവയാണ്. 2 വ്യക്തികൾ തമ്മിലുള്ള ഏറ്റവും ഉറച്ച സൗഹൃദ ബന്ധത്തിനെ തന്നെയാണ്, ഫ്രണ്ട്ഷിപ്പിനെ തന്നെയാണ് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഇനി അടുത്ത ഘട്ടമാണ്, അല്ലെങ്കിൽ അടുത്ത ഒരു പദമാണ്, നമ്മൾ വീണ്ടും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ് പ്രണയം എന്ന് പറയുന്നത്. ഇതിനെ മനസ്സിലാക്കാനായി നാം ഉപയോഗിക്കുന്ന ഗ്രീക്ക് വേർഡാണ് ഇറോസ് എന്ന് പറയുന്നത്. അതായത് അത് കൂടുതൽ റൊമാൻറ്റിക് ആണ്, പാഷനേറ്റ് ആണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള, പാഷനേറ്റ് ആയിട്ടുള്ള ലവിനെയാണ് പ്രണയം എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഇത്തരത്തിലുള്ള ഒരു സ്നേഹത്തിന്റെ അടിസ്ഥാനം തന്നെ ഒരു ഡിസയർ ആണ്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഫിസിക്കൽ അട്രാക്ഷൻ ആണ്. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരു തലത്തിലില്ല, അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരു തലത്തിൽ ഇതില്ല. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ലൈംഗികതയിൽ വേരൂന്നിയ വിവാഹത്തിലേക്ക് നയിക്കുന്ന ഒരു സൗഹൃദമാണ് റൊമാൻസ് എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിന്റെ മറ്റൊരു വ്യത്യസ്തമായ രൂപമാണിത്. അത് പരസ്പരമുള്ള ശാരീരിക ആകർഷണത്തിൽ അടിസ്ഥാനപ്പെട്ടതും അതിലൂടെ അവർ ഒരുമിച്ച് ജീവിക്കേണ്ട ഒരു ജീവിതത്തിലേക്ക് ലക്ഷ്യം വെക്കുന്നതുമായ ഒരു ബന്ധമാണത്. എതിർ ലിംഗത്തിലോട്, ഓപ്പോസിറ്റ് സെക്സിലുള്ളവരോട് തോന്നുന്ന ആകർഷണവും അനുഭൂതിയുമാണത്. ഇത് പ്രധാനമായും നമ്മുടെ ശരീരത്തിന്റെ സുഖത്തിനെ തൃപ്തിപ്പെടുത്താനും പരസ്പരം സ്വന്തമാക്കണം എന്നുള്ള ഒരു സ്വാർത്ഥ നേട്ടം ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള ഒരു ബന്ധമാണ്. നമ്മുടെ ശരീരത്തിലെ ഹോർമോണുകളുടെ രാസപ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന വൈകാരിക അടുപ്പം ഇതിന്റെ ഭാഗമാണ്. അതാണ് നമ്മളെ ഫിസിക്കൽ അട്രാക്ഷനിലേക്ക് നയിക്കുന്നത്. ഇതിന്റെ ഉദാഹരണം എന്ന് പറയുന്നത്, ഒരു കുടുംബത്തിൽ, ഒരു ദാമ്പത്യത്തിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ലവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അല്ലെങ്കിൽ കവികളും എഴുത്തുകാരും എല്ലാം സെലിബ്രേറ്റ് ചെയ്യുന്ന
ഒരു പ്രണയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അട്രാക്ഷന്റെ തലമാണ്. ക്രിസ്തീയ മനോഭാവത്തിൽ റൊമാൻസ് അല്ലെങ്കിൽ പ്രണയം ഒരിക്കലും തെറ്റല്ല. പക്ഷേ അത് എപ്പോഴും ധാർമ്മികതയിൽ, അതായത് മൊറാലിറ്റിയിൽ, അല്ലെങ്കിൽ ഒരു ആത്മീയ സ്നേഹത്തിൽ, സ്പിരിച്വൽ ലവ്, അഗാപ്പെ എന്ന് നമ്മൾ അതിനെ പറയും, അതിൽ നയിക്കപ്പെടുന്നതായിരിക്കണം ഈ പ്രണയം എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനാൽ നയിക്കപ്പെടാത്ത പ്രണയങ്ങൾ നമ്മെ എത്തിക്കുന്നത് തെറ്റായ സാഹചര്യത്തിലേക്കായിരിക്കും. കുറച്ചുകൂടി ലളിതമായി പറയുകയാണെങ്കിൽ, പരസ്പരമുള്ള ശാരീരിക ആകർഷണത്തിലൂടെ തോന്നുന്ന പ്രണയം രണ്ട് വ്യക്തികളെ വിവാഹത്തിലേക്കും അവർ ഒരുമിച്ചുള്ള ഒരു ജീവിതത്തിലേക്കും നയിക്കുന്നതായിരിക്കണം. അവർ തമ്മിലുള്ള വിശ്വസ്തതയിൽ നയിക്കുന്നതായിരിക്കണം. ഇനി നമ്മൾ സ്നേഹത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ പദത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് ലവ് എന്ന് പറയും. ഇംഗ്ലീഷിൽ ഇതിന് മൂന്നിനും വ്യത്യസ്തമായ പേരുകളാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഫ്രണ്ട്ഷിപ്പ് ആണ്, രണ്ടാമത് പറഞ്ഞത് റൊമാൻസ് ആണ്, മൂന്നാമത് പറഞ്ഞത് ലവ് ആണ്. മലയാളത്തിൽ സ്നേഹം എന്ന ഒറ്റ വാക്കുകൊണ്ട് ഇവ മൂന്നിനെയും നാം സൂചിപ്പിക്കാറുണ്ടെങ്കിലും ഇത് മൂന്നും വ്യത്യസ്തമാണ്. യഥാർത്ഥത്തിൽ ആദ്യം പറഞ്ഞത് സൗഹൃദമാണ്, രണ്ടാമത് പറഞ്ഞത് പ്രണയമാണ്, മൂന്നാമത് പറയാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്ന ഒരു പരിഭാഷയ്ക്ക് അർഹമായിട്ട് വരുന്നത്. ടോർജ് എന്ന ഗ്രീക്ക് പദമാണ് ഇതിനെ സൂചിപ്പിക്കാനായി സാധാരണ ഉപയോഗിക്കുന്നത്. അതിന്റെ നേച്ചർ തന്നെ, നമ്മൾ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ നേച്ചർ അഫക്ഷനേറ്റ് ആണ്, ലോയൽ ആണ് എന്ന് പറഞ്ഞു. റൊമാൻസിലേക്ക് വന്നപ്പോൾ അതിന്റെ നേച്ചർ ഡിസയർ ആണ്, ഫിസിക്കൽ അട്രാക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ലവിലേക്ക് വരുമ്പോൾ, സ്നേഹത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് കൂടുതൽ ഫെമിലിയൽ ആണ്, പേരന്റൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതൊരു പ്രൊട്ടക്റ്റീവ് നേച്ചർ ആണ്, അത് കൂടുതൽ നാച്ചുറൽ ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ദ കൈൻഡ് ഓഫ് ലവ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ പേരൻസ് ആൻഡ് ചൈൽഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വിത്തിൻ ദ ഫാമിലീസ്. മറ്റൊരാളോട് തോന്നുന്ന നന്മയിൽ അധിഷ്ഠിതമായ ഒരു വികാരമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ദൈവിക വിശുദ്ധിയിൽ പങ്കുചേരുന്ന ഉത്കൃഷ്ടമായിട്ടുള്ള മനോഭാവമാണ്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യത്തിൽ ഉത്കൃഷ്ട സ്നേഹത്തെക്കുറിച്ച് പറയുന്നത് വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു ബന്ധത്തിൽ സഹനവും ത്യാഗവും വേദനയും ഏറ്റെടുക്കുന്ന ഒരു പ്രത്യേക മനോഭാവമുണ്ട്. ദൈവത്തിന്റെ ആത്മാവിനാൽ നിറഞ്ഞ് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി പരസ്പരം വിട്ടുകൊടുക്കുക, ത്യാഗപൂർവം സമർപ്പിക്കുക എന്നുള്ളതെല്ലാം ഇതിൽ വരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞ സ്പിരിച്വൽ ലവ്, അഗാപ്പെ എന്ന് പറയുന്ന ഒരു ഐഡിയ ഇംപ്ലിമെന്റഡ് ആകുന്ന ഒരു അവസ്ഥയാണിത്. ബൈബിളിൽ പറയുകയാണെങ്കിൽ ഇതിന് ഉത്തമ ഉദാഹരണമാണ് മാതാവിന് ഈശോയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ മർത്ത മറിയം സഹോദരങ്ങൾക്ക് ലാസറിനോടുള്ള സ്നേഹം എന്നിവയെല്ലാം. അപ്പോൾ നമ്മൾ സ്നേഹവുമായി ബന്ധപ്പെട്ട 3 പദങ്ങൾ കൃത്യമായി മനസ്സിലാക്കി. സൗഹൃദം, പ്രണയം, സ്നേഹം. ഇവ മൂന്നും സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്, എന്നാൽ അവ വ്യത്യസ്തങ്ങളുമാണ്. സൗഹൃദം കൂടുതൽ അഫെക്ഷനേറ്റ് ആണ്, ലോയൽ ആണ്. പ്രണയം കൂടുതൽ പാഷനേറ്റ് ആണ്, ഡിസയറിംഗ് ആണ്. അതേസമയം സ്നേഹം, ലവ് എന്ന് പറയുന്നത് കൂടുതൽ നാച്ചുറൽ ആണ്, പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. സ്നേഹത്തിന്റെ നമ്മൾ ഈ കണ്ട തലങ്ങളിൽ ഒക്കെ വെച്ച് ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള, ഫോർത്ത് ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു തലമുണ്ട്. അതാണ് അഗാപ്പെ എന്ന് പറയുന്ന ഗ്രീക്ക് വേർഡ് സൂചിപ്പിക്കുന്നത്. അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് അത് ഡിവൈൻ ആണ്, അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹമാണ്. അതാണ് സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ ഫോം. അത് സ്വാർത്ഥം ആഗ്രഹിക്കുന്നില്ല, സെൽഫ്ലെസ് ആണ്, സാക്രിഫിഷ്യൽ ആണ്, അൺകണ്ടീഷണൽ ആണ്. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് കുരിശിൽ ഈശോ നമുക്ക് വേണ്ടി നടത്തിയ ബലിയാണ്. ശത്രുക്കൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാൻ പഠിപ്പിച്ച ഈശോയുടെ ബലിയാണ്. ദൈവത്തിന്റെ സ്നേഹത്തെയാണ് എപ്പോഴും നാം അഗാപ്പെ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായ രൂപം എന്ന് പറയുന്നതും ഈ അഗാപ്പെ തന്നെയാണ്. അപ്പോൾ സ്നേഹം എന്ന് പറയുന്നത് ത്രിത്വേക ദൈവത്തിന്റെ ഒരു സത്ത തന്നെയാണ്. മാനുഷികമായ നമ്മുടെ സ്നേഹമെല്ലാം ദൈവ സ്നേഹത്തിന്റെ തന്നെ ഒരു പ്രതിഫലനമാകണം. ദൈവത്തിന്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുന്നതൊന്നും നമ്മുടെ സ്നേഹബന്ധങ്ങളിൽ ഉണ്ടായിരിക്കരുത്. അത് ജീവിതാവസാനം വരെ നിലനിൽക്കേണ്ടതാണ്. നമുക്ക് പ്രണയത്തെക്കുറിച്ച് ഒന്നുകൂടി വിശദമായി ഒന്ന് നോക്കാം. പ്രണയം തലച്ചോറിന്റെ പ്രവൃത്തിയാണെന്നാണ് പറയപ്പെടുക. നമുക്ക് 5 സെൻസറി ഓർഗൻസ് ഉണ്ട്. കണ്ണ്, ചെവി, നാക്ക്, മൂക്ക്, നമ്മുടെ ത്വക്ക്, സ്കിൻ. ഈ ഓർഗൻസ് നൽകുന്ന വിവരങ്ങൾ ഉപയോഗിച്ച് തലച്ചോറിലെ ഒരു പ്രത്യേക ഏരിയ, കോഡക് ന്യൂക്ലിയസ് എന്ന് പറയുന്ന ഏരിയയാണ് പ്രണയ ഹോർമോണുകളെ ഒരാളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. പ്രണയ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഓക്സിറ്റോസിൻ ആണ്. അതുപോലെ തന്നെ സന്തോഷത്തിന്റെ ഹോർമോൺ എന്നറിയപ്പെടുന്ന ഡോപ്പമീൻ ഉണ്ട്. ആസക്തി ജനിപ്പിക്കുന്ന മറ്റൊരു ഹോർമോൺ ഉണ്ട്,
ഫീനൈൽ ഈഥൈൻ അമീൻ PEA. ഇത് മൂന്നും ചേർന്നുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഒരു വ്യക്തിയെ തീവ്രമായിട്ടുള്ളതും അതിതീവ്രമായിട്ടുള്ളതുമായ പ്രണയത്തിലേക്കും തുടർന്നുള്ള പ്രവൃത്തികളിലേക്കും നയിക്കുന്നത്. ഇതിൽ PEA എന്ന് പറയുന്ന ഫീനൈൽ ഈഥൈൻ അമീന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ അത് ആസക്തിയായും അത് കുറഞ്ഞാൽ അത് നിരാശയായും മാറുന്നു. അതായത് PEAയുടെ അളവ് സാധാരണഗതിയിൽ നിന്നും കൂടുതലാവാൻ തുടങ്ങിയാൽ അത് ആസക്തിയിലേക്ക് നയിക്കും. ആസക്തി എന്ന് പറയുന്നത് നിയന്ത്രണമില്ലാതെ, കൺട്രോൾ ഇല്ലാതെ കൂടുതൽ ഒരു കാര്യത്തിലേക്ക് അഡിക്റ്റഡ് ആവുക, ഒരു കാര്യത്തെ ഉപയോഗിക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനെയാണ് ആസക്തി എന്ന് പറയുന്നത്. PEAയുടെ അളവ് സാധാരണഗതിയിൽ നിന്നും താഴ്ന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നിരാശ എന്ന മാനസിക നിലയിലേക്ക് മാറുന്നു. ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഹെൽത്തി ആയിട്ട് വേണ്ട ഒരളവിലെ PEA ഒരു സാധാരണ മനുഷ്യ ശരീരത്തിൽ ഉൽപ്പാദിക്കപ്പെടാൻ പാടുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഓക്സിറ്റോസിനും ഡോപ്പമിനും പോലുള്ള ഹോർമോണുകളും. ഈ PEAയുടെ അളവിനെ ക്രമീകരിക്കാൻ നമുക്ക് നമ്മുടെ ചില പ്രവൃത്തികളിലൂടെ സാധിക്കും. അതിന് നമുക്ക് ചില മെഡിറ്റേഷൻ ടെക്നിക്സ്, മനസ്സിനെ ശാന്തമാക്കുന്ന പ്രവൃത്തികൾ എന്നിവയെല്ലാം വേണം. അതിന് ഏറ്റവും ഉപകരിക്കുന്ന കാര്യങ്ങളാണ് പ്രാർത്ഥന, ധ്യാനം, വചന വായന, എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസ്, കുടുംബത്തോടൊപ്പം ഇരുന്ന് സമയം ചിലവഴിക്കൽ, പാട്ട് കേൾക്കൽ, വ്യായാമം, ഓരോരുത്തരുടെയും ഹോബികൾ തുടങ്ങിയവ. ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തികളും നമ്മൾ ശീലമാക്കുന്നില്ല എങ്കിൽ PEAയുടെ അളവ് തകരാറിലാവുകയും അത് നമ്മെ പലതരത്തിലുള്ള ആസക്തികളിലേക്കും നിരാശകളിലേക്കുമൊക്കെ നയിക്കും. ആസക്തി എന്ന് പറയുന്നത് ലഹരികളാവാം, മദ്യമാവാം, ലൈംഗികതയാവാം തുടങ്ങിയ പ്രത്യേക വിഷയങ്ങളിലേക്കുള്ള വലിയ ആസക്തികളിലേക്ക് ഇവ നയിക്കും. അതുകൊണ്ട് നമ്മുടെ ചെറുപ്രായം മുതലേ മേൽപ്പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും പാകപ്പെടുത്താനും നമുക്കാവണം. പ്രാർത്ഥനയിലൂടെ, ധ്യാനത്തിലൂടെ, വചനവായനയിലൂടെ, വിനോദങ്ങളിലൂടെ, കുടുംബത്തോടൊപ്പം സമയം പങ്കിടുന്നതിലൂടെ, അല്ലെങ്കിൽ നാം ശീലമാക്കുന്ന ഹോബികളിലൂടെ, എക്സർസൈസിലൂടെ, പാട്ട് കേൾക്കലിലൂടെ, ഇങ്ങനെ ഏതെങ്കിലും പ്രവൃത്തിയിലൂടെ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനും പാകപ്പെടുത്താനും ശാന്തമാക്കാനും സാധിക്കുന്ന അവസ്ഥയിലേക്ക് നാം വളരണം. എന്നാൽ മാത്രമേ PEA എന്ന് പറയുന്ന ഹോർമോണിനെ നമുക്കും പരിധിയിലാക്കാൻ സാധിക്കൂ. ആസക്തി നിറഞ്ഞ മനസ്സ് പിശാചിന്റെ പണിപ്പുരയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതാണ് നമ്മെ എല്ലാ തിന്മകളിലേക്കും നയിക്കുന്നത്. ആസക്തിയിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ ഒഴിവാക്കി ജീവിതത്തിന്റെ താളം തെറ്റാതിരിക്കാൻ നമുക്ക് നമ്മോട് തന്നെ കരുതലുണ്ടാകണം. നമ്മുടെ ശരീരത്തെ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സെൻസറി ഓർഗൻസിനെ വിശുദ്ധമായി സൂക്ഷിക്കണം. അപ്പോൾ നാം സൗഹൃദം, പ്രണയം, സ്നേഹം എന്നീ പദങ്ങളെക്കുറിച്ച് വ്യക്തമായി കണ്ടു. അതിൽ തന്നെ പ്രണയം ശരീരത്തിന്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കി. ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് മറ്റൊരു ലിംഗത്തിലുള്ള ഒരാളെ കാണുമ്പോൾ അത് പ്രണയമായി, ശാരീരിക ആകർഷണമായി നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത് എല്ലാം എന്ന് നാം കണ്ടു. അവയെ കൺട്രോൾ ചെയ്യാനായി നമ്മൾ ചില ശാരീരിക ക്രമങ്ങൾ ശീലിക്കണമെന്നും നാം മനസ്സിലാക്കി. എന്തുകൊണ്ടാണ് നാം പ്രണയത്തെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നത് എന്നതിന്റെ കാരണം, നാം സംസാരിക്കുന്ന വിഷയം ലൈംഗികത, കുടുംബം, വിവാഹം എന്നാണ്. നാം കണ്ട സ്നേഹത്തിന്റെ വിവിധ രൂപങ്ങളിൽ ലൈംഗികത എന്ന് പറയുന്നത് കടന്നു വരുന്നത് പ്രണയം എന്ന് പറയുന്ന ബന്ധത്തിലാണ്. മറ്റു രണ്ട് രൂപങ്ങളിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ശാരീരിക ആകർഷണത്തിനോ ലൈംഗികതയ്ക്കോ പ്രാധാന്യമില്ല. പ്രണയമാണ് ലൈംഗികതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു സ്നേഹത്തിന്റെ രൂപം. അതുകൊണ്ട് തന്നെ ഈ പ്രണയം ആസക്തിയിലേക്ക് നയിക്കുന്നതാവരുത്, പാപകരമാവരുത്, വിശുദ്ധിയുള്ളതായിരിക്കണം. ലൈംഗികത മറ്റ് ഏത് കഴിവുകളെയും പോലെ തന്നെ ദൈവത്തിന്റെ ഒരു ദാനമാണ്. ലൈംഗികത അഥവാ സെക്സ് എന്ന പദം എന്ത് ചിന്തകളാണ് നമ്മിൽ ഉണർത്തുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ ഒരു പദം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്ന ചിന്തകൾ തന്നെയാണ് നമ്മളുടെ ആരോഗ്യകരമായ ലൈംഗിക വിജ്ഞാനത്തെ നിർവചിക്കുന്നത്. ഈ പദം നമ്മെ ഓർമ്മിപ്പിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളുണ്ട്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ്, ഒരു പുതിയ തലമുറയ്ക്ക് അല്ലെങ്കിൽ സന്താനങ്ങൾക്ക് ജന്മം നൽകുക, സ്ത്രീയും പുരുഷനും തമ്മിൽ സ്നേഹത്തിൽ ഒന്നായ ഒരു ശാരീരിക ബന്ധമുണ്ടാവുക എന്നിവയാണ് ഈ പദം നമ്മെ ഓർമ്മപ്പെടുത്തേണ്ട ശരിയായ ചിന്തകൾ. ലൈംഗികതയെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ലിംഗം, ലിംഗഭേദം, ലൈംഗികത, ഇംഗ്ലീഷിലാണെങ്കിൽ സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി ഇവ തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കണം. ഈ പറഞ്ഞ മൂന്നും ഉൾക്കൊള്ളുന്ന ഒറ്റ വാക്കായിട്ടാണ് സെക്സ് അഥവാ ലൈംഗികത പൊതുവെ പ്രയോഗിക്കുന്നത്. എന്നാൽ ഇതിൽ ഉൾപ്പെട്ട മൂന്ന് കാര്യങ്ങളും വ്യത്യസ്തമാണ്. അതിൽ ആദ്യത്തേതാണ് ലിംഗം അഥവാ സെക്സ് എന്ന് പറയുന്നത്. അതായത് കാണപ്പെടുമ്പോൾ ഒരാളെ സ്ത്രീയായും പുരുഷനായും തിരിക്കുന്ന ശരീരഘടനയെയാണ് സാധാരണയായി ലിംഗം അഥവാ സെക്സ് എന്ന പദം സൂചിപ്പിക്കുന്നത്. എന്നാൽ ലിംഗഭേദം അഥവാ ജെൻഡർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പെരുമാറ്റം അല്ലെങ്കിൽ മനോഭാവങ്ങൾ,
വസ്ത്രധാരണം, വികാരങ്ങൾ മുതലായവ കണ്ടുകൊണ്ട് സമൂഹം കൽപ്പിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതിൽ മൂന്നാമത്തെ കാര്യമാണ് ലൈംഗികത അഥവാ സെക്ഷുവാലിറ്റി. അതായത് സ്ത്രീ പുരുഷന്മാർക്ക് പരസ്പരം സ്നേഹിക്കാനും അതിലൂടെ സന്താനങ്ങൾക്ക് ജന്മം നൽകാനുമുള്ള കഴിവുകളുടെയും വികാരങ്ങളുടെയും ആകെ തുകയെയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതായത് നാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാം ടോട്ടാലിറ്റിനെയാണ് ലൈംഗികത എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തി ഇമോഷണലി, റൊമാന്റിക്കലി അല്ലെങ്കിൽ ഫിസിക്കലി മറ്റൊരു വ്യക്തിയോട് അട്രാക്റ്റഡ് ആകുന്ന ഒരു അവസ്ഥയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ ഒരാളുടെ ലിംഗം അഥവാ സെക്സ് എന്ന് പറയുന്നത് അയാളുടെ ബയോളജിക്കൽ ഘടന, അപ്പിയറൻസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. അയാളുടെ ലിംഗഭേദം അഥവാ ജെൻഡർ എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ പെരുമാറ്റം, മനോഭാവങ്ങൾ, വസ്ത്രധാരണ രീതി എന്നിവ വെച്ച് ഒരു സമൂഹം കൽപ്പിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയാണ്. ലൈംഗികത എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും പരസ്പരം തോന്നുന്ന ഒരു ആകർഷണത്തിന്റെ, അട്രാക്ഷന്റെ ഒരു തോതിനെ നിശ്ചയിക്കുന്ന, അല്ലെങ്കിൽ അതിലൂടെ പരസ്പരം ഒന്നായി ഒരു പുതിയ തലമുറയ്ക്ക് ജന്മം കൊടുക്കുന്ന പ്രവൃത്തിയിലേക്ക് നയിക്കുന്ന ഒരു അവസ്ഥയെ നിർവചിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനെല്ലാം ഒരു സാധാരണ രൂപം എന്താണെന്ന് വെച്ചാൽ ഒരു ആളുടെ ലിംഗം, സെക്സ്, ലിംഗഭേദം, ലൈംഗികത എന്നിവ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ഒരാൾ ഫിസിക്കലി ഒരു മെയിൽ ആയി ശരീരഘടനയോടുകൂടി കാണപ്പെടുന്ന ഒരാൾക്ക് മെയിൽ ജെൻഡർ എന്ന് പറയുന്ന ലിംഗഭേദത്തിൻ്റെതായുള്ള പെരുമാറ്റങ്ങളും വസ്ത്രധാരണ രീതികളും മനോഭാവങ്ങളും സമൂഹം എക്സ്പെക്ട് ചെയ്യുന്നു. ഒരു മെയിൽ എന്ന് പറയുന്ന വ്യക്തിക്ക് സെക്ഷുവാലിറ്റിയിൽ അല്ലെങ്കിൽ ലൈംഗികതയിൽ ഫിസിക്കലി അട്രാക്ഷൻ തോന്നേണ്ടത് ഒരു ഫീമെയിലിനോടാണ്, ഒരു എതിർ ലിംഗത്തിൽപ്പെട്ട ഒരാളോടാണ്. ഇതാണ് ഈ പറഞ്ഞ കാര്യത്തിൽ ഉള്ള ഒരു കോമൺ റൂൾ. എന്നാൽ ഇതിൽ നിന്നെല്ലാം വ്യത്യാസങ്ങൾ വരുമ്പോൾ, വ്യതിയാനങ്ങൾ വരുമ്പോൾ അവിടെ ചില മറ്റു വിഭാഗങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതിനെക്കുറിച്ച് ഈ പാഠത്തിൽ തന്നെ മറ്റൊരു ഭാഗത്തിൽ നാം കൂടുതലായി ചർച്ച ചെയ്യുന്നുണ്ട്. എന്താണ് ഈ ലൈംഗികതയുടെ പരമപ്രധാനമായ അർത്ഥം? അത് ദൈവസ്നേഹത്തിന്റെയും ദൈവത്തിന് മനുഷ്യരെക്കുറിച്ചുള്ള ഒരു പദ്ധതിയുടെയും പ്രകാശനമാണ്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള ഒരു അനുഗ്രഹമായിട്ട് വേണം നമ്മൾ അതിനെ എടുക്കാൻ. അതുപോലെ തന്നെ ഓരോ വ്യക്തിയുടെയും ശരീരഘടനയെ ക്രമപ്പെടുത്താനായി ദൈവം ഉപയോഗിച്ചിരിക്കുന്ന ഒരു രീതി കൂടിയാണ് അത്. അതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു സ്ത്രീ പുരുഷ ബന്ധം, സന്താന ഉൽപാദനം, കുടുംബ രൂപീകരണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലൈംഗികതയുടെ 3 ലക്ഷ്യങ്ങൾ. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കാം. അത് സ്ത്രീ പുരുഷ ബന്ധം തന്നെയാണ്, അത് സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. സ്ത്രീ പുരുഷ ബന്ധമാണ്, അത് സന്താന ഉൽപാദനത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. സ്ത്രീ പുരുഷ ബന്ധമാണ്, അത് കുടുംബ രൂപീകരണത്തിൽ അടിസ്ഥാനപ്പെട്ടതായിരിക്കണം. ഈ 3 ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചലിച്ച് ഉള്ള ഏതൊരു സ്ത്രീ പുരുഷ ബന്ധവും കത്തോലിക്ക സഭയുടെ പഠിപ്പിക്കൽ അനുസരിച്ച് തെറ്റിലേക്കും പാപത്തിലേക്കും നയിക്കുന്നു. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ലൈംഗികത ഒരു സ്ത്രീ പുരുഷ ബന്ധമാണ്. അതിൽ സ്നേഹമില്ലെങ്കിൽ, സന്താനോൽപാദനമില്ലെങ്കിൽ, കുടുംബ രൂപീകരണമില്ലെങ്കിൽ അത് ലൈംഗികതയുടെ ലക്ഷ്യത്തെ സാധൂകരിക്കുന്നില്ല എന്നുള്ളതാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ലൈംഗികതയുടെ സവിശേഷതകൾ എന്തെന്ന് വെച്ചാൽ അത് ഒരു ദൈവദാനമാണ്. എല്ലാ കഴിവുകളും പോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ദാനമാണത്. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരാനുള്ള വിലപ്പെട്ട ഒരു ദാനമാണത്. അതുകൊണ്ട് തന്നെ ലിംഗമാറ്റം എന്ന് പറയുന്നത് കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് ദൈവിക പദ്ധതിക്കെതിരായ ഒരു തിന്മയാണ്. ദൈവം ഒരാളെ ഒരു പ്രത്യേക ശാരീരിക അവസ്ഥയിൽ സൃഷ്ടിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലുള്ള ഒരു പ്രത്യേക പദ്ധതിയാണ്. അതിന്റെ സ്വാഭാവികതയെ മനുഷ്യന്റെ പ്രവൃത്തി മൂലം ഉണ്ടാക്കുന്ന മാറ്റം ദൈവിക പദ്ധതിക്കെതിരായ ഒരു തിന്മയായി മാറുന്നു. ഇനി രണ്ടാമത്തെ സവിശേഷത, ഈ ലൈംഗികത ഒരു സർഗശക്തിയാണ്. സർഗശക്തി എന്ന് പറഞ്ഞാൽ അതൊരു ക്രിയേറ്റിവിറ്റിയാണ്. നമ്മുടെ ഭാവനയും ചിന്തയും സൃഷ്ടിപരതയും എല്ലാം ചേർന്ന് നമ്മുടെ പുതിയ ഒരു തലമുറയ്ക്ക്, പുതിയ ഒരു സന്താനത്തിന് രൂപം കൊടുക്കുന്ന ഒരു പ്രത്യേക പ്രവൃത്തിയാണ്, ഒരു സർഗാത്മകതയാണ് ലൈംഗികത എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു സർഗശക്തി കൂടിയാണ്. മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി ടൂൾ കൂടിയാണ് ലൈംഗികത എന്ന് പറയുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, അത് വിശുദ്ധിയിലേക്കുള്ള വിളിയാണ്. ലൈംഗികത എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് പാപമാണ്, തെറ്റാണ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയല്ല കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. ലൈംഗികത ഒരുവനെ വിശുദ്ധിയിലേക്ക് വിളിക്കുന്ന മനോഹരമായ ഒരു ദൈവദാനമാണ്.
സ്വന്തം ലൈംഗികതയെ വിലമതിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും മറ്റുള്ള ഒരു വ്യക്തിയുടെ ലൈംഗികതയെ ആദരിക്കാതിരിക്കില്ല. സ്വന്തം സ്വകാര്യതയിലേക്ക് കടന്നുകയറാൻ ആരെയും അനുവദിക്കാത്തതുപോലെ മറ്റുള്ളവരുടെ ലൈംഗികതയിലേക്കും കടന്നുകയറാൻ ശ്രമിക്കരുത്. ഇതിന് ശുദ്ധത എന്ന സുകൃതം നാം പരിശീലിക്കേണ്ടതുണ്ട്. നമ്മുടെ ശാരീരികവും ആത്മീയവുമായ ഒരു ഐക്യത്തിനെയാണ് ശുദ്ധത എന്ന് പറയുന്നത്. നമ്മുടെ വികാരങ്ങൾ ആസക്തികളായി മാറാൻ സാധ്യതയുള്ളപ്പോൾ അതിനെ സംയമനം എന്ന സുകൃതം വഴി നിയന്ത്രിക്കുന്നതിനെയാണ് നമ്മൾ അടക്കം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ശുദ്ധത കാത്തുപാലിക്കാൻ, അടക്കത്തോടു കൂടിയുള്ള ശുദ്ധത കാത്തുപാലിക്കാൻ ലൈംഗികത നമ്മെ വിളിക്കുന്നുണ്ട്. അത് ഒരു പുരുഷനും സ്ത്രീയും പരസ്പരം വിവാഹ ബന്ധത്തിലൂടെ നൽകുന്ന സ്നേഹത്തിന്റെ സമർപ്പണത്തിലൂടെ ഉള്ളതായിരിക്കണം. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ പ്രധാനത്തോടെ ഇന്നത്തെ കാലഘട്ടത്തിൽ വരുന്ന മറ്റൊരു വിഷയമാണ് ലൈംഗികതയിലെ ബഹുസ്വരത, ഡൈവേഴ്സിറ്റി ഇൻ സെക്ഷുവാലിറ്റി. ഞാൻ മുൻപേ പറഞ്ഞതുപോലെ ഒരു വ്യക്തിയുടെ ലിംഗം, ലിംഗഭേദം, ലൈംഗികത, സെക്സ്, ജെൻഡർ, സെക്ഷുവാലിറ്റി ഈ 3 ഘടകങ്ങളിലും ഉണ്ടായിരിക്കേണ്ട ഒരു കോമൺ റൂളിൽ വരുന്ന ഡീവിയേഷനുകളാണ് ഇത്തരത്തിലുള്ള ലൈംഗികതയിലെ വ്യതിയാനങ്ങളെ, ഡൈവേഴ്സിറ്റിയെ സൃഷ്ടിക്കുന്നത്. ഇന്നത്തെ പ്രസന്റ് വേൾഡിൽ നമ്മൾ അതിനെ LGBTQIA+ എന്ന് പറയുന്ന ഒരു വലിയ ഡൈവേഴ്സ് വിഭാഗത്തിലാണ് പേര് ചൊല്ലി വിളിക്കുന്നത്. ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്വീർ, ഇന്റർസെക്ഷൽ, അസെക്ഷൽ ആൻഡ് എക്വസ്റ്റനിങ് സ്റ്റേറ്റ്. അതാണ് പ്ലസ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു വ്യക്തിയുടെ ലിംഗവും ലിംഗഭേദവും ലൈംഗികതയും തമ്മിൽ പരസ്പരം ചില വൈരുദ്ധ്യങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷനിലേക്ക് പോകുന്നത്. ഇതിനെ ലിംഗ സിദ്ധാന്തം എന്നാണ് വിളിക്കുന്നത്. ഇതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ ഇന്നത്തെ കാഴ്ചപ്പാട് അറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലിംഗ സിദ്ധാന്തം അർത്ഥമാക്കുന്നത് സ്വാഭാവികമായ ലിംഗാവസ്ഥയിൽ നിന്ന് വ്യക്തിപരമായ ആഗ്രഹത്തിൽ നിന്നും ഒരാൾ നടത്തുന്ന തിരഞ്ഞെടുപ്പാണ്. അതായത് ഒരാളുടെ സ്വാഭാവികമായ ലിംഗാവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത് ബൈ ബർത്ത് ബയോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് അദ്ദേഹത്തിന് ലഭിക്കുന്ന ലിംഗം, സെക്സ്, അതിൽ നിന്നും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന ജെൻഡർ ആൻഡ് സെക്ഷുവാലിറ്റിയാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തതകൾക്ക് രൂപം കൊടുക്കുന്നത്. ഇതിനെയാണ് ലൈംഗിക ബഹുസ്വരത എന്ന് പറയുന്നത്. ബഹുസ്വരത എന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി. തന്റെ ശരീരത്തെ ഇഷ്ടത്തിനനുസരിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരാളുടെ ലിംഗം സ്ത്രീയോ പുരുഷനോ എന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നിശ്ചയിക്കുന്നത്. അത് വ്യക്തിപരമാണ്. വ്യക്തിപരമായ ഒരു സ്വയം ലിംഗനിർണയം മനുഷ്യജീവൻ ദൈവദാനമാണെന്ന മൗലിക സത്യം അവഗണിക്കലും സ്വയം ദൈവമാകാനുള്ള പ്രലോഭനത്തിന് വഴങ്ങലുമാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ക്രിസ്തീയ നരവംശശാസ്ത്രം പറയുന്നതനുസരിച്ച് ഉൽപ്പത്തിയുടെ സൃഷ്ടി വിവരണം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു എന്നുള്ളതാണ്. അതായത് മനുഷ്യന്റെ വ്യക്തിത്വം അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഈ 2 വ്യത്യസ്തതയിൽ നിന്നാണ്, സ്ത്രീ പുരുഷൻ എന്ന വ്യത്യസ്തതയിൽ നിന്നാണ്. ഇത് മനുഷ്യബന്ധങ്ങൾക്കും കുടുംബത്തിനും അടിവരയിടുന്ന ഒരു വ്യത്യസ്തതയാണ്. അടിസ്ഥാനപരമായ ഈ സ്ത്രീ പുരുഷ വേർതിരിവ് നിഷേധിക്കാനോ മാറ്റാനോ ഉള്ള ഏതൊരു ശ്രമത്തെയും കത്തോലിക്ക സഭ എതിർക്കുന്നു. ഓരോരുത്തരുടെയും ലൈംഗിക വ്യക്തിത്വത്തെക്കുറിച്ച് സംശയമുള്ളപ്പോൾ ഒരു വിദ്യാഭ്യാസത്തിലൂടെ, എഡ്യൂക്കേഷനിലൂടെ ഒരാളുടെ ശരീരത്തെ, പ്രത്യേകിച്ച് പുരുഷത്വമോ സ്ത്രീത്വമോ സ്വീകരിക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചുകൊണ്ടേ അതിനെ നേരിടാൻ സാധിക്കും. അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഈ ലൈംഗിക വ്യക്തിത്വ രൂപകരണത്തിൽ ഒരു പ്രധാന പങ്കുണ്ട്. LGBTQA സമൂഹം മനസ്സിലാക്കേണ്ടത് ദൈവം എല്ലാവരുടെയും പിതാവാണ് എന്ന സത്യമാണ്. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികൾ തന്നെയാണ്. ദൈവത്തിന്റെ സ്വഭാവത്തിൽ കരുണയും ആർദ്രതയും വ്യക്തിബന്ധവുമാണുള്ളത്. അതുകൊണ്ട് എല്ലാവരെയും ദൈവം തന്റെ രാജ്യത്തിലേക്ക് സ്വീകരിക്കുന്നു. എല്ലാ തരത്തിലുള്ള ലൈംഗിക ചായ്വുള്ളവർക്കും അടിസ്ഥാനപരമായി മഹാത്മ്യമുണ്ട്. അതുകൊണ്ട് അവരുടെ മനോഭാവത്തിന് അതീതമായി അവരെ ബഹുമാനിക്കുകയും അവരോട് അനുകമ്പ കാണിക്കുകയും വേണമെന്ന് കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള ലൈംഗിക ബഹുസ്വരതയ്ക്ക് ജനിതകവും മസ്തിഷ്കവും മനഃശാസ്ത്രപരവുമായ കാരണങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കത്തോലിക്ക സഭ എപ്പോഴും ലൈംഗിക ചായ്വും ലൈംഗിക പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം വ്യക്തമാക്കുന്നുണ്ട്. ലൈംഗിക ചായ്വ് എന്ന് പറയുന്നത് സെക്ഷൽ ഓറിയന്റേഷൻ ആണ്. ലൈംഗിക പ്രവൃത്തി എന്ന് പറയുന്നത് അതിൽ നിന്നുണ്ടാകുന്ന സെക്ഷൽ ആക്ടിനെയാണ്. ലൈംഗിക ചായ്വ് ഒരിക്കലും തിന്മയല്ല. എന്നാൽ തെറ്റായ ലൈംഗിക പ്രവൃത്തി ഗൗരവപരമായ തിന്മയായിട്ടാണ് കത്തോലിക്ക സഭ കരുതുന്നത്. അതായത് ഒരു ദാമ്പത്യ ബന്ധത്തിന് പുറത്തുള്ള ലൈംഗികത കത്തോലിക്ക സഭയുടെ പഠനത്തിനനുസരിച്ച് തിന്മയാണ്.
ഒരു ദാമ്പത്യ ബന്ധം എന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധമാണ്. ഈ ദാമ്പത്യ ബന്ധത്തിന് പുറത്ത് നടക്കുന്ന ഒരു ലൈംഗിക പ്രവൃത്തി എന്ന് പറയുന്നത് കത്തോലിക്കാ സഭയുടെ പഠനമനുസരിച്ച് തിന്മയാണ്, പാപമാണ്. ശുദ്ധത എന്ന പുണ്യത്തിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാനാണ് എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത് ജനിതകവും മസ്തിഷ്കപരവും മനഃശാസ്ത്രപരവുമായ കാരണങ്ങൾ കൂടാതെ സ്വയം തന്റെ ലിംഗത്തിൽ നിന്നും വ്യത്യാസപ്പെട്ട ലിംഗഭേദത്തെയോ ലൈംഗികതയോ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. ഉദാഹരണത്തിന്, യാതൊരു കാരണങ്ങളും കൂടാതെ സ്വന്തം ശരീരത്തിന്റെ ആനന്ദത്തിന് വേണ്ടി മാത്രം സ്വന്തം ലിംഗത്തെ എതിർത്തുകൊണ്ട് അതിന്റെ ലിംഗഭേദത്തിന്റെയും ലൈംഗികതയുടെയും വ്യത്യസ്തതകളെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ശ്രമം അതിനാൽ തന്നെ തിന്മയാണ്. സ്വന്തം ശരീരത്തിന്റെ ആനന്ദത്തിനെ മാത്രം മുന്നിൽ നിർത്തി ഇത്തരത്തിലുള്ള ഏത് പ്രവൃത്തിക്ക് മുതിർന്നാലും അത് സഭയുടെ പഠനമനുസരിച്ച് ഒരു തിന്മയായി മാറുന്നു. അതേസമയം ജനിതകപരമായ, മസ്തിഷ്കപരമായ, മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട് ലൈംഗികതയിൽ ബഹുസ്വരത ഉള്ളവരെ സമൂഹത്തിനൊപ്പം ചേർത്ത് നിർത്താനും ആക്സെപ്റ്റ് ചെയ്യാനും സഭ പഠിപ്പിക്കുന്നു. എന്നാൽ സ്വവർഗ വിവാഹത്തിനെയോ സ്വവർഗ ലൈംഗികതയോ തിരുസഭ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് തിന്മയുടെ പ്രവൃത്തിയാണ്. ഇത്തരത്തിലുള്ള ചിന്തകളിൽ ആധുനിക സമൂഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് എന്റെ ശരീരം എനിക്ക് ആസ്വാദ്യകരമായി ഉപയോഗിക്കാം എന്ന ചിന്തയിൽ എന്താണ് തെറ്റുള്ളത് എന്ന്. അതിൽ തെറ്റുണ്ട് എന്നുള്ളതാണ്. ശരീരത്തെ കേവലം ആസ്വാദനത്തിലുള്ള ഒരു വസ്തു മാത്രമായി തരം താഴ്ത്തുന്ന ഒരു ഉപഭോഗ ചിന്താഗതിയാണത്. ശരീരത്തിന്റെ ആസക്തി, കണ്ണുകളുടെ ആസക്തി, ജീവന്റെ അഹന്ത എന്നിങ്ങനെയുള്ള തിന്മകളാണ് ഈ ചിന്തകളുടെ കാരണം. നമ്മുടെ ശരീരത്തിന്റെ ആനന്ദത്തിന്റെ ആസ്വാദ്യതയ്ക്കായി മാത്രം പലവിധ പ്രവൃത്തികളിലേക്കും ദൃശ്യങ്ങളിലേക്കും ചിന്തകളിലേക്കുമെല്ലാം മുഴുകുന്നത് സ്നേഹത്തിനെതിരായ പ്രവൃത്തിയാണ്. ലൈംഗികതയുടെ നമ്മൾ സംസാരിച്ച 3 ലക്ഷ്യങ്ങൾക്ക് എതിരായുള്ള പ്രവൃത്തിയാണ്. ആ 3 ലക്ഷ്യങ്ങളെ ഇടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ സ്ത്രീ-പുരുഷ ബന്ധം, സന്താനോൽപാദനം, കുടുംബ രൂപീകരണം എന്നിവയാണ് ലൈംഗികതയുടെ 3 ലക്ഷ്യങ്ങൾ. ഇവയ്ക്കെതിരായുള്ള പ്രവൃത്തിയാണ് എന്റെ ശരീരം എനിക്ക് ആസ്വാദ്യകരമായി ഉപയോഗിക്കാം എന്ന ചിന്ത. അതിനാൽ തന്നെ സഭ പഠിപ്പിക്കുന്നു അതൊരു തെറ്റാണ്. അത് ലൈംഗിക ധാർമ്മികതയ്ക്കെതിരായ പാപമായിത്തീരുന്നു. നമ്മുടെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്. അതിനെ വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്ക് കടമയുണ്ട്. അപ്പോൾ എന്താണ് ലൈംഗിക ധാർമ്മികത എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിനെ ഇങ്ങനെ നിർവചിക്കാം: വിശുദ്ധി പാലിച്ചുകൊണ്ടും ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ നന്മയെ സംരക്ഷിച്ചുകൊണ്ടും ലൈംഗികതയെ സമീപിക്കുന്നതിനുള്ള മനോഭാവമാണ് ലൈംഗിക ധാർമ്മികത എന്ന് പറയും. അതായത് ലൈംഗികതയോട് നോ പറയുക എന്നുള്ളതോ ലൈംഗികതയെ കാണുമ്പോൾ ഒളിച്ചോടുക എന്നുള്ളതോ അല്ല ലൈംഗിക ധാർമ്മികത എന്ന് പറയുന്നത്. വിശുദ്ധി പാലിച്ചുകൊണ്ട് ലൈംഗികതയുടെ 3 ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതമായ നന്മയെ സംരക്ഷിച്ചുകൊണ്ട് ലൈംഗികതയെ സമീപിക്കുന്നതിലും ഉപയോഗിക്കുന്നതിലുമാണ് ലൈംഗിക ധാർമ്മികത അടങ്ങിയിരിക്കുന്നത്. അതായത് ശരീരം കേവലമായ ഒരു വസ്തുവല്ല, ദൈവം തന്നിരിക്കുന്ന ഒരു ദാനമാണ്. നാം നേടിയെടുക്കുന്നതല്ല, ദൈവം വസിക്കുന്ന ആലയമാണ്. ശരീരത്തിന്റെ സമഗ്രതയും വിശുദ്ധിയും നശിപ്പിക്കുന്നത് നമുക്കും മാതാപിതാക്കൾക്കും സമൂഹത്തിനും ദൈവത്തിനും എതിരായി ചെയ്യുന്ന പ്രവൃത്തിയാണ്, പാപമാണ് എന്നുള്ള ചിന്തയാണ് ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. നമ്മൾ ലൈംഗികതയെക്കുറിച്ചും അതിന്റെ ധാർമ്മികതയെക്കുറിച്ചും വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. ഈ ലൈംഗികതയുടെ നെക്സ്റ്റ് സ്റ്റെപ്പാണ്, ഇതിൽ നിന്നും ഉണ്ടാകുന്ന അടുത്ത തലമാണ് കുടുംബം എന്ന് പറയുന്നത്. വിവാഹം അടിമത്തമാണോ? വിവാഹം കഴിക്കാതെയും ജീവിച്ചുകൂടെ? ലിവിങ് ടുഗദറിൽ എന്താണ് പ്രശ്നം? എനിക്കിഷ്ടമുള്ള ആളെ വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതെല്ലാം ഇന്നത്തെ കാലത്ത് വളരെ കോമൺ ആയി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ചോദ്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, അവന് ചേർന്ന് ഇണയെ ഞാൻ നൽകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ വീണ്ടും നാം കാണുന്നു: പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഇരുവരും ഒരു ശരീരമായി തീരും. വിവാഹം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പാണ്, ദൈവത്തിന്റെ തീരുമാനമാണ്. പരസ്പരം ആശ്രയിച്ച് മുന്നേറാനുള്ള സ്നേഹത്തിലുള്ള സമർപ്പണം, കരുതൽ ഇതെല്ലാം വിവാഹത്തിൽ സാധ്യമാകുന്നു. ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നടത്തുന്ന ലൈംഗിക സമർപ്പണമാണ് വിവാഹത്തെ പൂർണ്ണമാക്കുന്നത്. പരസ്പരമുള്ള ആശ്രയത്വം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ, ഐക്യത്തിന്റെ അടയാളമാണ്. ഇതാണ് തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വിവാഹത്തിലെ ആശ്രയത്വവും വിവാഹത്തിലുള്ള സമർപ്പണവും അടിമത്തമല്ല, അത് വിവാഹത്തെ കൂടുതൽ മെച്ചപ്പെട്ടതാക്കുന്ന ഒരു നന്മയാണ്. വിവാഹം കഴിക്കാതെയും കൂടെ താമസിച്ചുകൂടെ? ലിവിങ് ടുഗദറിൽ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം
ലൈംഗികതയുടെ ലക്ഷ്യത്തെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പറഞ്ഞപ്പോൾ നാം കണ്ടുകഴിഞ്ഞു. ലൈംഗികതയുടെ 3 ലക്ഷ്യങ്ങളെ സാധൂകരിക്കാത്ത പ്രവൃത്തികളാണ് വിവാഹം കഴിക്കാതെ കൂടി താമസിക്കുന്നതും ലിവിംഗ് ടുഗദറിൽ ഒരുമിച്ച് താമസിക്കുന്നതും. അതുകൊണ്ട് അതിനാൽ തന്നെ തിരുസഭയുടെ കാഴ്ചപ്പാടിൽ അത് തെറ്റാണ്. വിവാഹം എന്തിനാണ്? കുടുംബം എന്ന ഒരു സാമൂഹ്യ സ്ഥാപനത്തിന് രൂപം നൽകാനാണ് നാം എപ്പോഴും വിവാഹം കഴിക്കുന്നത്. അതായത് സന്താനങ്ങളുടെ ഉൽപാദനത്തിനും പരിപാലനത്തിനും സമൂഹ രൂപീകരണത്തിനും സംസ്കാരങ്ങളെ സൂക്ഷിക്കുന്നതിനും കൈമാറുന്നതിനും സ്ത്രീ പുരുഷ സ്നേഹത്തിലൂടെയുള്ള ഒരു സമർപ്പണമാണത്. അപ്പോൾ വിവാഹത്തിന്റെ നിർവചനം ഇങ്ങനെയാണ്: കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിന് രൂപം നൽകാനും ധാർമ്മികമായ ലൈംഗിക ജീവിതത്തിലൂടെ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാനും കൂട്ടായ്മയിൽ ജീവിക്കാനും പുരുഷനും സ്ത്രീക്കും നിയമപരമായും മതപരമായും സാമൂഹികമായും അംഗീകാരം നൽകുന്നതും ദമ്പതികളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് വിവാഹം. ഇതാണ് വിവാഹത്തെക്കുറിച്ച് സഭയുടെ കാഴ്ചപ്പാട്. ക്രൈസ്തവ വിവാഹത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് അത് ദൈവിക പദ്ധതിയുടെ വെളിപ്പെടുത്തലാണ്. ദൈവത്തിന്റെ സൃഷ്ടിയിൽ പങ്കുചേരുന്ന ഒരു പ്രഖ്യാപനമാണ്, സമ്മതമാണ്. ദൈവിക ജീവൻ നൽകുന്ന ഒരു കൂദാശയാണത്. ജീവിതാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ബന്ധമാണത്. സ്നേഹം, ത്യാഗം, സഹനം എന്നിവയിലൂടെ ഉള്ള രക്ഷാകരമായ ഒരു വിളിയാണ്. ക്രൈസ്തവ വിവാഹം ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ഉടമ്പടിയും കൂദാശയുമാണ്. ദൈവം ആശീർവദിക്കുന്ന ഈ ബന്ധത്തിലൂടെ സന്താനോൽപാദനവും അവരുടെ പരിപാലനവും വഴി നന്മയിൽ അധിഷ്ഠിതമായ സമൂഹത്തെ രൂപപ്പെടുത്താനുള്ള കൃപാവരം ദമ്പതികൾക്ക് ലഭിക്കുന്നു. ഇനി രണ്ടുപേർ ചേർന്ന് സ്വീകരിക്കുന്ന ഏക കൂദാശയായ വിവാഹത്തിൽ, അതായത് എല്ലാ കൂദാശകളും നമ്മൾ ഒറ്റയ്ക്കാണ് സ്വീകരിക്കുന്നത്. എന്നാൽ വിവാഹം എന്ന കൂദാശ 2 വ്യക്തികൾ ചേർന്ന് സ്വീകരിക്കുന്ന ഒരേ ഒരു കൂദാശയാണ്. ഈ വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും മാമോദീസായിലൂടെ യോഗ്യരായിരിക്കും. ഒരാളുടെ അയോഗ്യത മറ്റേ വ്യക്തിയുടെ കൂദാശ സ്വീകരിക്കാനുള്ള അവകാശത്തെ തടയുകയും കൃപാവരത്തെ നിരാകരിക്കുകയും ചെയ്യുന്നു. അതായത് വിവാഹം എന്ന കൂദാശ സാധുവാകണമെങ്കിൽ അത് രണ്ടുപേരും യോഗ്യതയോടുകൂടി സ്വീകരിക്കണം. കാരണം രണ്ടുപേർ ചേർന്ന് സ്വീകരിക്കുന്ന ഒരേ ഒരു കൂദാശയാണ് വിവാഹം. ഒരാൾക്ക് അയോഗ്യതയുണ്ടെങ്കിൽ അത് മറ്റൊരാളുടെ കൃപാവരത്തെ തടയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് കൗദാശികമായ വിവാഹത്തിനു പുറത്തുള്ള മതാന്തര വിവാഹം, കൂടിത്താമസം, നിഷിദ്ധ വിവാഹം, അതായത് സഭ വിലക്കപ്പെട്ട ആളുകളുമായി നടത്തുന്ന വിവാഹം, സ്വവർഗ വിവാഹം, ബഹുഭാര്യ അല്ലെങ്കിൽ ബഹുഭർതൃത്വം തുടങ്ങിയവയെല്ലാം അധാർമികവും 6, 9 പ്രമാണങ്ങളുടെ ലംഘനവും തിന്മയുമാണ്. കൗദാശിക പരമായ യോഗ്യത വേണമെങ്കിൽ തിരുസഭയുടെ കാഴ്ചപ്പാടിൽ രണ്ടുപേരും മാമോദീസ സ്വീകരിക്കേണ്ടതും ഒരുമിച്ച് വിവാഹം എന്ന കൂദാശ സ്വീകരിക്കേണ്ടതുമാണ്. മരണം വരെ തുടരേണ്ട ബന്ധമാണ് വിവാഹം. ഈ അവിഭാജ്യത ഒരു ഭാരമായി തോന്നാം. അതുതന്നെയാണ് വിവാഹത്തിന്റെ ഏറ്റവും മനോഹാരിതയും. വിവാഹത്തെ ആശീർവദിക്കുന്ന ഈശോ വിവാഹ ജീവിതം നയിക്കാനുള്ള കൃപയും ശക്തിയും നമുക്ക് പ്രദാനം ചെയ്യുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. അതിനാൽ കൂദാശപരമായി സാധുവായി പരിക്രമം ചെയ്യപ്പെട്ട വിവാഹം മോചിപ്പിക്കുക സാധ്യമല്ല. വിവാഹത്തിൽ നിന്ന് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കൂടുതൽ സംസാരിക്കുമ്പോൾ വിവാഹത്തിൽ നിന്ന് കുടുംബത്തിലേക്ക് നാം എത്തി. നാം സംസാരിച്ച വിഷയങ്ങളെല്ലാം പ്രണയം, ലൈംഗികത, വിവാഹം എന്നിവയെല്ലാം കുടുംബത്തെ ലക്ഷ്യം വെക്കുന്നതാണ്. അതെ, ആത്യന്തികമായി പ്രണയവും ലൈംഗികതയും വിവാഹവും വന്നെത്തുന്നത് കുടുംബത്തിലേക്കാണ്. ദൈവസ്നേഹത്തിന്റെ പരിശുദ്ധി ഉൾക്കൊള്ളുന്ന സ്ത്രീ പുരുഷ പ്രണയം വിവാഹത്തിലൂടെയും ജീവൻ പകരുന്ന ലൈംഗികതയിലൂടെയും കുടുംബം എന്ന കൂട്ടായ്മയിലേക്കാണ് സഞ്ചരിക്കുന്നത്. എന്താണ് കുടുംബം? പിതാവ്, മാതാവ്, കുട്ടികൾ എന്നിവർ ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ സ്ഥാപനമാണത്. എല്ലാ ബന്ധങ്ങളുടെയും തുടക്കമാണത്. സാമൂഹ്യ ജീവിതത്തിന്റെയും പങ്കുവെക്കലിന്റെയും ഒരു സ്കൂളാണത്. സമൂഹത്തിന്റെ അടിസ്ഥാന ശിലയാണത്. കരുതലിന്റെയും പരിപാലനയുടെയും ഇടമാണത്. കുടുംബം ദൈവിക പുണ്യങ്ങളുടെ കൂടാരമാണ്. കുടുംബം ഒരു ഗാർഹിക സഭയാണ്. നമ്മൾ എല്ലാവരും കുടുംബത്തിൽ നിന്നാണ്. നമ്മളിലൂടെയാണ് ഇനി കുടുംബങ്ങൾ ഉണ്ടാകേണ്ടത്. രാഷ്ട്രവും സമൂഹവും അങ്ങനെ തന്നെ. വിവാഹം, കുഞ്ഞുങ്ങൾ, കുടുംബം ഇവയെ നിരസിച്ചുകൊണ്ടുള്ള ലൈംഗിക ജീവിതം മനുഷ്യ സമൂഹത്തോടും രാഷ്ട്രത്തോടുമുള്ള അധാർമികതയാണ്. ദൈവിക പദ്ധതിയോടുള്ള പുറംതിരിയലും തിന്മയുമാണ്. കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരു സമുദായത്തിന്റെ നിലനിൽപ്പിനും അനിവാര്യമാണ്. വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നാം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട്. വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം സന്താന ഉൽപാദനമാണെന്ന് നാം പഠിച്ചു. ശാസ്ത്രത്തിന്റെ നന്മകളെ സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ സന്താന ഉൽപാദനം എന്ന പ്രക്രിയയിൽ മനുഷ്യ മഹത്വത്തെ ഹനിക്കുന്നത് സഭ അംഗീകരിക്കുന്നില്ല. ഉദാഹരണത്തിന് ക്രോമസോണുകൾ, ജീനുകൾ എന്നിവ വഴിയുള്ള സ്വാഭാവികമായുള്ള പാരമ്പര്യ കൈമാറ്റത്തെ സ്വാധീനിക്കുവാൻ നടത്തുന്ന ഇടപെടലുകൾ
ഒരിക്കലും ചികിത്സാപരമാണെന്ന് സഭ അംഗീകരിക്കുന്നില്ല. അതായത് ലിംഗമോ മറ്റു ഗുണങ്ങളോ മുൻകൂട്ടി നിശ്ചയിക്കുന്നതനുസരിച്ച് കൈമാറ്റം ചെയ്യാനോ മനുഷ്യജീവികളെ ഉൽപ്പാദിപ്പിക്കാനോ നടത്തുന്ന ശ്രമങ്ങളെ കൃത്രിമ കൈകടത്തലുകളായും ഇത് മനുഷ്യന്റെ സമഗ്രതയ്ക്കും തനിമയ്ക്കും വിരുദ്ധമായ പ്രവൃത്തിയായുമാണ് തിരുസഭ പഠിപ്പിക്കുന്നത്. വിവാഹം, ലൈംഗികത, കുടുംബം എന്നിവയെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നാം കണ്ടു. ഈ പാഠഭാഗം അവസാനിപ്പിക്കുമ്പോൾ നാം ചില കാര്യങ്ങളിലെല്ലാം കരുതലുള്ളവരാകണം എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുമ്പോൾ, ലൈംഗിക കാര്യങ്ങളിലെല്ലാം നാം ചില കരുതലുകൾ കാത്തു സൂക്ഷിക്കണം. ആദ്യം തന്നെ നാം കണ്ടുമുട്ടേണ്ടത് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള കരുതലിനെ കുറിച്ചാണ്. നന്മയിലേക്ക് നയിക്കുന്ന സൗഹൃദങ്ങൾ മാത്രം സ്വീകരിക്കുക. സൗഹൃദങ്ങളിൽ എപ്പോഴും വിവേകവും ജാഗ്രതയും പുലർത്തുക. നമ്മുടെ വീട്ടുകാരിൽ നിന്നും മറച്ചു വെക്കേണ്ട സൗഹൃദങ്ങളില്ലെന്ന് ഉറപ്പാക്കുക. നമ്മുടെ ഭൗതികമായ ഘടകങ്ങൾക്കനുസരിച്ചിട്ടുള്ള സൗഹൃദങ്ങളെക്കാൾ ആത്മീയ ധാർമ്മിക ഘടകങ്ങൾ പരിഗണിച്ച് സൗഹൃദങ്ങൾ സൂക്ഷിക്കുക. അതായത് കാണപ്പെടലിനേക്കാൾ ഉപരി ഉള്ളിലുള്ളതിനെ സ്നേഹിക്കുക. തെറ്റായ ബന്ധങ്ങളിലേക്കും പ്രവൃത്തികളിലേക്കും കടക്കാതിരിക്കുക. അതിന് പ്രേരിപ്പിക്കുന്നവരെ ഒഴിവാക്കാൻ ബോധപൂർവം ശ്രമിക്കുക. ഇനി ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് വിവാഹം ലക്ഷ്യം വെച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പാണെന്ന് ഉറപ്പുവരുത്തണം. പ്രണയങ്ങളെല്ലാം വിവാഹത്തിലേക്ക് നയിക്കണം. കുടുംബം, വിശ്വാസം, വ്യക്തി സവിശേഷതകൾ, സാമൂഹിക സ്വീകാര്യത, വിവാഹ സങ്കല്പങ്ങൾ എന്നിവയോടുള്ള യോജിപ്പ് ഉണ്ടായിരിക്കണം. നമ്മുടെ കുടുംബത്തെയും വിശ്വാസത്തെയും വ്യക്തിത്വ സവിശേഷതകളെയും സാമൂഹിക സ്വീകാര്യതയെയും അതായത് സോഷ്യൽ ആക്സെപ്റ്റൻസിനെയും വിവാഹത്തിനെ കുറിച്ചുള്ള സങ്കല്പങ്ങളെയെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് നിഷേധിക്കേണ്ടതിനെ നിഷേധിക്കാനും നോ പറയേണ്ടതിനെ നോ പറയാനും നമുക്ക് സാധിക്കണം. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ മനസ്സിൽ സ്വീകരിച്ചുകൊണ്ട് വേണം ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കേണ്ടത്. ജീവിത പങ്കാളിക്ക് കൂദാശാപരമായ യോഗ്യത ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടുപേർ ചേർന്ന് സ്വീകരിക്കുന്ന കൂദാശയായ വിവാഹം സാധുവാകണമെങ്കിൽ രണ്ടുപേർക്കും കൂദാശാപരമായ യോഗ്യത ഉണ്ടാവണം. ക്രിസ്തീയ വിശ്വാസ ജീവിതം നയിക്കുന്നവരാവണം. മാതാപിതാക്കളുടെ അഭിപ്രായം എപ്പോഴും മാനിക്കണം. നമ്മളെ പരിപാലിക്കുന്ന, നമുക്ക് ജന്മം നൽകിയ, നമ്മളെ കാത്തുസൂക്ഷിച്ച നമ്മുടെ മാതാപിതാക്കളെ വിവാഹത്തിന്റെ കാര്യത്തിൽ, ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം നമ്മൾ മാനിക്കേണ്ടതാണ്. ഭൗതിക നേട്ടങ്ങളിൽ മാത്രമല്ല നോട്ടം കേന്ദ്രീകരിക്കേണ്ടത്. സൗന്ദര്യം, കഴിവുകൾ എന്നിവയേക്കാൾ സ്വഭാവ മഹിമയ്ക്ക് എന്നും പ്രാധാന്യം നൽകുക. ഇനി മൂന്നാമത്തെയും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് ലൈംഗിക കാര്യങ്ങളിലുള്ള കരുതൽ. അശ്ലീലവും അധാർമികവുമായതിനെ എന്നും ഒഴിവാക്കാൻ നമുക്ക് സാധിക്കണം. വിവാഹപൂർവ്വ ബന്ധങ്ങളിൽ ഒരിക്കലും വീഴാതിരിക്കുക. ശുദ്ധതയ്ക്കെതിരായ പ്രവൃത്തികളെ വർജിക്കുക. സാമൂഹ്യ മാധ്യമങ്ങളുടെ ചതിക്കുഴികളിൽ വീഴാതെ എപ്പോഴും ജാഗ്രത പാലിക്കുക. വിവാഹേതര ബന്ധങ്ങളിൽ ഉൾപ്പെടാതിരിക്കുക. ദൈവ സ്നേഹത്തിന്റെ വിശുദ്ധിയിൽ നിന്നായിരിക്കണം എല്ലാ സ്നേഹബന്ധങ്ങളും പടുത്തുയർത്തേണ്ടത്. വിവാഹ ജീവിതത്തിന്റെ മഹത്വം സംരക്ഷിക്കാനും ജീവിതത്തിന്റെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാനും ലൈംഗികത ദൈവദാനമാണെന്ന തിരിച്ചറിവ് നമ്മെ സഹായിക്കും. കുടുംബമാണ് സമൂഹത്തെ നിർമ്മിക്കുകയും മൂല്യങ്ങൾ ശീലിപ്പിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ ഇടം. സ്നേഹത്തിന്റെ കരുത്തിൽ തിരിച്ചറിവിന്റെയും ധാർമ്മികതയുടെയും ചിറകിൽ പറന്നുയർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.